നറൂട്ടോയിലെ 4th ഗ്രേഡ് നിഞ്ച വാർ ടൈമിൽ നമ്മുടെ കാബൂട്ടോ നാഗട്ടോയെയും ഇറ്റാച്ചിയെയും റീഅനിമേറ്റ് ചെയ്തിട്ട് അവരെ യൂസ് ചെയ്ത് നറൂട്ടോയെയും കില്ലർ ബിയെയും കൊന്നിട്ട് രണ്ടുപേരെയും നിഞ്ച വാറിൽ ഇൻവോൾവ് ചെയ്ത് മൊത്ത ഷിനോബി വേൾഡിനെയും നശിപ്പിക്കാൻ ശ്രമിക്കും. അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു കാബൂട്ടോയ്ക്ക്. കാരണം അവന്റെ ജുട്സു അത്രത്തോളം പവർഫുൾ ആണ്. ഈവൻ ബാക്കിയുള്ള മോസ്റ്റ് സ്ട്രോങ്സ്റ്റ് പ്രീവിയസ് കാഗേസിന് പോലും കാബൂട്ടോയുടെ റീഅനിമേഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. സോ അങ്ങനെ ഇറ്റാച്ചി നറൂട്ടോയുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. സോ ഇറ്റാച്ചി ഉടനെ തന്നെ പുള്ളി പ്രീവിയസ് ആയിട്ട് നറൂട്ടോയ്ക്ക് കൊടുത്ത ഷീഷുവയുടെ മംഗക്യു ഷെറിഗൻ ക്രോ യൂസ് ചെയ്ത് കോട്ടോ അമറ്റ്സുകാമി ഗെൻജുട്സു കാസ്റ്റ് ചെയ്ത് കാബൂട്ടോയുടെ റീഅനിമേഷൻ ബ്രേക്ക് ചെയ്യും. അതറിഞ്ഞ് കാബൂട്ടോ തന്നെ ഷോക്ക് ആവും. ഇപ്പോ ഈ ഷിനോബി വേൾഡിൽ തന്നെ ഞാൻ മാത്രമാണ് ജീനിയസ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാബൂട്ടോയുടെ മൊത്ത കോൺഫിഡൻസും പോകും. അവൻ ആരെ വേണമെങ്കിലും റീഅനിമേറ്റ് ചെയ്തോട്ടെ, പക്ഷെ ഇറ്റാച്ചിയെ റീഅനിമേറ്റ് ചെയ്തപ്പോൾ അവ ആലോചിക്കണമായിരുന്നു. ഇന്റലിജൻസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇറ്റാച്ചി അവന്റെ തന്നെ അപ്പനായിട്ട് വരുമെന്ന്. ആൻഡ് അവസാനം റീഅനിമേഷൻ ബ്രേക്ക് ചെയ്ത ശേഷം കാബൂട്ടോയോട് ഇറ്റാച്ചി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: എല്ലാ ജുട്സുവിനും ഒരു വീക്ക്നെസ് ഉണ്ട്, ആൻഡ് നിന്റെ ഈ ജുട്സുവിന്റെ വീക്ക്നെസ് എന്റെ എക്സിസ്റ്റൻസ് ആടാ.